സാഫല്യം പാർട്ട് 11. ഒരു കുഞ്ഞില്ലെന്ന് കരുതി ജീവിതമൊന്നും അവസാനിക്കാൻ പോണില്ല ദേവൻ, കല്യാണി പറഞ്ഞു. അതെനിക്കറിയാം. എൻ്റെ അമ്മയെ നീ കണ്ടോ? 2 മക്കളെ പ്രസവിച്ചതുകൊണ്ട് അമ്മ ഇപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്നു. അല്ലെങ്കിൽ എന്താകുമായിരുന്നു അമ്മയുടെ അവസ്ഥ? ഓ, അതിന് ദേവനെക്കൊണ്ട് അമ്മയ്ക്ക് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. പ്രസാദ് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോരുന്നു. പണത്തിൻ്റെ കാര്യത്തിൽ അത് ശരിയാ. പക്ഷേ ഇപ്പോൾ അമ്മ വയ്യാതെ കിടക്കുന്ന അമ്മയ്ക്ക് വെള്ളം കൊടുക്കാൻ ഞാൻ തന്നെ വേണം. ഓ, ദേവൻ്റെ അമ്മയുടെ വായ്ക്ക് ഇതുവരെ കേടൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ തള്ളയുടെ മുന്നിൽ ചെല്ലാത്തത്. കാലിന് പകരം നാവിനായിരുന്നു കേട് പറ്റേണ്ടിയിരുന്നത്. കല്യാണി, ദേവൻ അമർഷത്തോടെ വിളിച്ചു. അതിന് കിടന്ന് ഒച്ച വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അമ്മ പറയുന്നതും സത്യം തന്നെയല്ലേ? നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനോ ഗർഭം ചുമക്കാനോ കഴിയില്ല. ആ സത്യം അമ്മയുടെ വിഷമം കൊണ്ട് പറയുന്നതാണ് കല്യാണി. ദേവൻ്റെ അനിയൻ പ്രസാദിന് ഒരു കുഞ്ഞു ജനിച്ചില്ലേ? അത്രയ്ക്ക് വലിയ ആഗ്രഹമാണെങ്കിൽ അതിനെയും നോക്കി അവരുടെ കൂടെ താമസിക്കാൻ പറ ദേവൻ്റെ അമ്മയോട്. ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടത് ഇച്ചിരി മനസമാധാനമാണ്. അത് നീയായിട്ട് കൊടുക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുക, ഇത് അമ്മയുടെ വീടാണ്. ഇഷ്ടമില്ലാത്തവർ കഷ്ടിച്ച് ഇവിടെ നിൽക്കണമെന്നില്ല. ഓഹോ, എന്ന് വെച്ചാൽ ഞാനങ്ങ് ഇറങ്ങിപ്പോണം എന്നല്ലേ? എന്നിട്ടെന്തിനാ? എല്ലാം ഒത്ത ഒന്നിനെ കെട്ടാനാണോ? ആണെങ്കിൽ തന്നെ നിനക്കെന്താ? അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ലെന്ന് മാത്രം. ഒരു കുഴപ്പവുമില്ലാത്ത മീനാക്ഷിയുടെ കൂടെ ഉള്ളപ്പോഴും ഇത് തന്നെയല്ലായിരുന്നു അവസ്ഥ. അവൾ ദേവൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നിറങ്ങിയോ അതോടെ അവൾ രക്ഷപ്പെട്ടു. അതുപോലെ നീ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് വന്നോ അന്നെൻ്റെ കഷ്ടകാലവും തുടങ്ങി, ദേവൻ പറഞ്ഞു. അപ്പോഴും മീനാക്ഷി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ദേവന് എന്നെയായിരുന്നു ആവശ്യം. പുതുമോടിയിൽ എന്തായിരുന്നു ദേവൻ എന്നോടുള്ള സ്നേഹം! ശരിയാ, അമ്മ പറയാറുള്ള പോലെ ഉപകാരമില്ലെങ്കിൽ എന്ത് തന്നെ ആയാലും കളയണം. ഒരു തെങ്ങോ മാവോ നട്ടാൽ അതിൻ്റെ ഫലം തരുന്നില്ലെങ്കിൽ അത് വെട്ടിമാറ്റുന്നത് തന്നെയാണ് നല്ലത്. അതിന് കല്യാണി ദേവന് ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ഇതിനുള്ള മറുപടി തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ദേവൻ ഒന്നോർത്താൽ കൊള്ളാം. ഇത് മീനാക്ഷിയല്ല, കല്യാണിയാണ്. അവൾ ദേവനെ തുറച്ചു നോക്കിക്കൊണ്ട് അതും പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. ദേവന് തന്നോടുള്ള നീരസം കണ്ട് അവളുടെ മനസ്സ് പിടിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും പുറത്തു കാണിക്കാതെ നിന്നു. ഒരിക്കൽ മീനാക്ഷി അനുഭവിച്ച വേദന അവൾ അറിയുകയായിരുന്നു. അന്ന് അവളെ നോക്കി എല്ലാം തൻ്റെ കയ്യിലാണെന്ന അഹങ്കാരത്തോടെ ചിരിച്ചതോർത്ത് അവൾ സ്വയം പുച്ഛിച്ചു. ദേവൻ വരുന്നതുവരെ അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ നിന്നു. നമുക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താലോ ദേവൻ വന്നപാടെ കല്യാണി ചോദിച്ചു. കല്യാണിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം കേട്ട് ദേവൻ ഞെട്ടി. എന്താ? ഇപ്പോൾ നമ്മുടെ ഇടയിലെ ഇഷ്യൂ ഒരു കുഞ്ഞില്ല എന്നതല്ലേ? കുഞ്ഞുങ്ങളില്ലാത്ത പലരും ഇതിനു മുന്നും അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഞാൻ നല്ലപോലെ ആലോചിച്ചു. നമുക്കിടയിലെ പ്രശ്നമൊക്കെ അവസാനിക്കാൻ അതാ നല്ലത്, കല്യാണി പറഞ്ഞു. എന്നാര് പറഞ്ഞു? എനിക്ക് തോന്നി. എൻ്റെ രക്തത്തിൽ പിറഞ്ഞ കുഞ്ഞ് ജീവനോടെ ഉള്ളപ്പോൾ എനിക്ക് അങ്ങനെ വല്ലവൻ്റെയും കുഞ്ഞിനെ എടുത്ത് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല കല്യാണി. അതേത് കുഞ്ഞ്? മീനു പ്രസവിച്ച എൻ്റെ കുഞ്ഞ്. ഓഹോ, അത് നിങ്ങളുടെയാണോ? അത് അന്ന് നിങ്ങൾ പറഞ്ഞത് പ്രസാദിൻ്റെ ആണെന്നാണല്ലോ. അത് തന്നെയാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അന്ന് അതിനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് ഈ നിമിഷം വരെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അന്നത് നിഷേധിച്ച നിങ്ങൾ അതിനെ ചെന്നങ്ങ് ചോദിച്ചാൽ അവൾ അതിനെ തരുമോ? അവൾ തന്നാലും ഇല്ലെങ്കിലും ഈ ദേവൻ എങ്ങനെയും എൻ്റെ കുഞ്ഞിനെ നേടിയെടുക്കും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും. ദേവൻ്റെ അവസ്ഥ ആലോചിച്ച് എനിക്കിപ്പോൾ ചിരിയാ വരുന്നത്. നീ ചിരിച്ചോ? എൻ്റെ കുഞ്ഞിനെ ഞാൻ നേടിയെടുക്കും. പക്ഷേ അത് നിന്നോടൊപ്പം വളർത്താനല്ല. പിന്നെ മീനാക്ഷിയോടൊപ്പം വളർത്താനാണോ? അതോ മറ്റു വല്ല പെണ്ണിനെയും കണ്ടുവച്ചോ? അത് എൻ്റെ ഇഷ്ടം. എന്നാൽ എൻ്റെ ഇഷ്ടം ദേവൻ കേട്ടോ. ആരുടെ കുഞ്ഞായാലും ഞാൻ ദേവൻ്റെ കൂടെ തന്നെ കാണും. നിങ്ങൾ ഈ ആട്ടും തൂപ്പും കേട്ടാലൊന്നും ഞാനങ്ങനെ ഇറങ്ങിപ്പോകില്ല. കാരണം എൻ്റെ ജീവിതം പോലും ഇങ്ങനെയാക്കിയത് നിങ്ങളാണ്. നിങ്ങളുടെ സ്വാർത്ഥതയാണ്. അപ്പോൾ നിനക്കോ? കെട്ടിയവൻ മരിച്ചപ്പോൾ സുഖജീവിതം ഓർത്ത് 6 മാസം പ്രായമായ ആ കുഞ്ഞിനെ പോലും കൊന്നവളല്ലേ നീ? ശരിയാ, അത് തന്നെയാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് കരുതി ഇന്നെൻ്റെ ജീവിതം നശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദേവൻ തന്നെയാണ് കാരണം. ഇനി എല്ലാം അങ്ങോട്ട് ഒരുമിച്ച് തന്നെ അനുഭവിക്കാം, അവൾ വിഷമത്തോടെയും നിരാശയോടെയും പറഞ്ഞു. അപ്പോഴും ദേവൻ മീനാക്ഷിയിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ നേടിയെടുക്കാനുള്ള തീരുമാനത്തിൽ ആയിരുന്നു. കോളിംഗ് ബെൽ കേട്ടതും മീനു എബിയാണെന്ന ചിന്തയിൽ പുഞ്ചിരിയോടെ ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും അവൾ സ്തംഭിച്ചു നിന്നു. ദേവേട്ടൻ! അവളുടെ മനസ്സ് അറിയാതെ ഉരുവിട്ടു. സുഖമാണോ മീനു നിനക്ക്? അവൻ്റെ ചോദ്യം കേട്ടതും മീനു പുച്ഛത്തോടെ മുഖം തിരിച്ചു. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ മോനെ കാണാൻ വന്നതാ എന്ന് പറഞ്ഞ് ദേവൻ അകത്തേക്ക് കയറിയതും മീനു ഞെട്ടിക്കൊണ്ട് അവനെ തന്നെ നോക്കി.
തറയിലിരിക്കുന്ന മോനരികിലേക്ക് നടന്നെടുക്കുന്ന ദേവനെ തടയാനാകാതെ അവൾ നിന്നു. മോനേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ മോനെ കയ്യിലെടുത്തതും പരിചയമില്ലാത്ത മുഖം കണ്ട് മോൻ കരച്ചിൽ തുടങ്ങി. കയ്യിൽ കരുതിയിരുന്ന ചോക്ലേറ്റ് അവന് മോൻ നൽകിയതും മോൻ്റെ ശ്രദ്ധ പിന്നെ അതിലായിരുന്നു. മോൾ പരിചയമില്ലാത്ത മുഖം കണ്ടിട്ടാവണം മീനുവിൻ്റെ അരികിൽ ചെന്ന് നിന്നു. നിന്റെ അച്ഛനാ ഞാൻ. ദേവൻ മോനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കേട്ട് മീനു പുച്ഛിച്ചു. മോൻ്റെ കവിളിൽ ദേവൻ ഉമ്മ വയ്ക്കുന്നത് കണ്ടിട്ടും അവൾക്കത് സഹിക്കാനായില്ല. അമ്മയും ദേവൻ്റെ പ്രവൃത്തികളെല്ലാം നോക്കി കാണുകയായിരുന്നു. മീനു അവനെ തടയാനുള്ള ധൈര്യമില്ലാത്ത പോലെ എല്ലാം കണ്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു. മോനെ കൊണ്ടുപോകാനാ അച്ഛൻ വന്നത്. ദേവൻ്റെ ഓരോ വാക്കും അവളുടെ നെഞ്ചിൽ തട്ടുന്നത് പോലെ. പറയുന്നതെല്ലാം സത്യമാണോ? ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ആരോടും ചോദിക്കാതെ അകത്ത് കയറി വന്നത് എങ്ങനെയാ? എബിയുടെ അമ്മ അവൻ്റെ പ്രവൃത്തികൾ സഹിക്കാനാകാതെ പറഞ്ഞു. ഞാൻ അന്യനൊന്നുമല്ലല്ലോ. നിങ്ങളുടെ മോൻ്റെ ഭാര്യയുടെ കൂടെ 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പരിചയമുണ്ട്. അവൻ മീനുവിനെ വശ്യമായി നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മീനു വെറുപ്പോടെ മുഖം തിരിച്ചു. എൻ്റെ മോനാണിത്. ഇതിനെ കാണാൻ എനിക്ക് ഈ വീട്ടിൽ കയറി വരാനുള്ള അവകാശവുമുണ്ട്, ദേവൻ പറഞ്ഞു. ദേവൻ പറഞ്ഞു നിർത്തിയതും മോനെ താഴെ ഇറക്കിയത് കണ്ട് മീനു ആശ്വസിച്ചു. അച്ഛൻ മോനെ കൊണ്ടുപോകാൻ പിന്നെ വരാട്ടോ. ആ വാക്കുകൾ അവളുടെ നെഞ്ച് കീറി മുറിച്ചു. എങ്കിലും അവൾ മൗനമായി നിന്നു. ഞാൻ മോനെ കാണാൻ ഇടയ്ക്ക് വരും. ഇറങ്ങാൻ നേരം മീനുവിനെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. വേണമെന്നില്ല. അതെങ്ങനെയാ മീനു? എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്കും നിനക്കും തുല്യ അവകാശമല്ലേ? ദേവൻ ഉറച്ച തീരുമാനത്തോടെയാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഒരിക്കൽ അതിൻ്റെ അച്ഛൻ ആരാണെന്ന് ഉറപ്പിക്കാൻ തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവനാണ് ഇന്ന് അവകാശവും പറഞ്ഞു വന്നിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് ഒരിക്കലും അവനെ തോൽപ്പിക്കാൻ തനിക്കാവില്ല. മീനു എന്ത് ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ അറിയാതെ നിന്നു. പിന്നെ നിനക്ക് മോനെ പിരിയാൻ വയ്യെങ്കിൽ എൻ്റെ കൂടെ പോര്. അങ്ങനെ ഒരാഗ്രഹം ഇപ്പോൾ എനിക്കില്ല. ഇത് കേട്ടപ്പോൾ മീനു മറുപടി പറഞ്ഞു. എന്താ ഇപ്പോൾ കിട്ടിയവനെ നന്നായി പിടിച്ചെന്ന് തോന്നുന്നല്ലോ. നന്നായി ഇഷ്ടപ്പെട്ടു. പലപ്പോഴും തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷം എൻ്റെ പാഴ്ജന്മമായിരുന്നു എന്ന്. അവൾ ഇത്രയും പറഞ്ഞ് വെറുപ്പോടെ. പക്ഷേ നിനക്ക് ഒരു കുഞ്ഞിനെ തന്നത് ഞാനാണ്. അവന് ഇതുവരെ ആയിട്ടും നിനക്കൊരു കുഞ്ഞിനെ തരാനായില്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? ഈ 2 മക്കളും ഞങ്ങളുടേതാണ്. അതിനവൻ ഒരു പുച്ഛത്തോടെ ചിരിച്ചു. പറയാൻ മാത്രം കൊള്ളാം. പക്ഷേ ഒരു ദിവസം ഞാൻ വരും എൻ്റെ മോനെ കൊണ്ടുപോകാൻ. നീ കാത്തിരുന്നോ? ദേവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മീനു മോനെയും ചേർത്ത് പിടിച്ച് അവനെ വെറുപ്പോടെ തന്നെ നോക്കി നിന്നു. ദേവൻ ഇറങ്ങുമ്പോഴാണ് അവന് മുന്നിലായി എബിയുടെ കാർ വന്നു നിന്നത്. അവനെ തന്നെ നോക്കിക്കൊണ്ടാണ് എബി ഇറങ്ങിയത്. ദേവനും പുച്ഛത്തോടെ അവനെ ഒന്ന് നോക്കി ബൈക്കും എടുത്ത് അവിടെ നിന്നും പോയി. പുറത്തു തന്നെ അവനെയും നോക്കി നിൽക്കുന്ന മീനുവിനെ കണ്ടതും എബിക്കത് സഹിക്കാൻ വയ്യാത്ത പോലെ തോന്നി. അവൾ കൈവിട്ടു പോകുമോ എന്നൊരു തോന്നൽ. അവനെന്താ ഇവിടെ? അത് മോനെ കാണാൻ എന്നും പറഞ്ഞു വന്നതാ, മീനാക്ഷി പറഞ്ഞു. അതുകൂടി കേട്ടതും എബിക്ക് സഹിക്കാനായില്ല. എന്നിട്ട് മോനെ കണ്ടോ? എന്താ മീനു ഇത്? ഒരിക്കൽ അവൻ തന്നെയല്ലേ ആ അവകാശം നിഷേധിച്ചത്. എന്നിട്ട് നീ മോനെ എന്തിനാ അവന് കാണിച്ചു കൊടുത്തത്? എല്ലാം ശരിയാണ്. പക്ഷേ എനിക്ക് തടയാനായില്ല. ഇനിയും വരുമെന്നും പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് എന്തൊക്കെയോ അനാവശ്യവും പറഞ്ഞു. മീനു വിഷമത്തോടെ പറഞ്ഞതും എബി ദേഷ്യത്തോടെ ദേവൻ പോയ ഭാഗത്തേക്ക് നോക്കി. ഞാനിപ്പോൾ വരാം. ഡോക്ടർ എങ്ങോട്ടാ? അതിനൊന്നും പറയാതെ അവൻ ദേഷ്യത്തോടെ വണ്ടിയെടുത്തു. മീനു ഒന്നും ചെയ്യാനാകാതെ അവൻ പോകുന്നതും നോക്കി നിന്നു. ദേവൻ്റെ ബൈക്കിന് മുന്നിൽ എബിയുടെ കാർ വന്നു നിന്നതും അവൻ സഡൻ ബ്രേക്ക് ഇട്ട് ചിരിയോടെ ബൈക്കിൽ നിന്നും ഇറങ്ങി. എന്താ ഡോക്ടർ, ചാവാൻ ഇറങ്ങിയതാണോ? ചാവാനാണോ കൊല്ലാനാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. എന്നെ കൊല്ലാൻ ഡോക്ടർക്ക് പറ്റില്ല, അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു. മീനു ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. അവളോട് അവളുടെ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയാനുള്ള അധികാരം നിനക്കാരാ തന്നത്? ആഹാ, അതിന് മുന്നേ അവൾ എൻ്റെ ഭാര്യയായിരുന്നു, ദേവൻ പറഞ്ഞു. ആയിരുന്നു, ഇപ്പോഴല്ല. ഇനി ഒരിക്കൽ കൂടി അവളെ കൺമുന്നിൽ ചെന്നാൽ എബി ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാ, അല്ലാതെ ഡോക്ടറുടെ ഭാര്യയെ കാണാനുള്ള കൊതി കൊണ്ടല്ല. അത് നിൻ്റെ കുഞ്ഞാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എന്തായാലും ഡോക്ടറുടെ അല്ല. ഒറ്റ രാത്രി കൊണ്ട് ഒരു കുഞ്ഞിനെ കൊടുക്കാനുള്ള ദിവ്യശക്തിയൊന്നും ഡോക്ടറിനില്ലല്ലോ. എബി ദേഷ്യം കടിച്ചമർത്തി നിന്നു. ഡോക്ടർ മനസ്സ് വെച്ചാൽ ഇനിയും അവൾക്ക് കൊച്ചുങ്ങളുണ്ടാകും. അക്കാര്യത്തിൽ 2 കഴിവ് തെളിയിച്ചവരാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടു തന്നേക്ക്. അതൊരിക്കലും നടക്കില്ല ദേവൻ. കിത്തുമോൻ എൻ്റെ മോനായിട്ടാണ് ജനിച്ചതും വളരുന്നതും. അത് എൻ്റെ ചോരയാ. അത് തെളിയിക്കാൻ അവൻ്റെ മുഖത്ത് ഒന്ന് നോക്കിയാൽ മാത്രം മതി എനിക്ക്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി അത് എൻ്റെ മകനാണെന്ന് തെളിയിക്കാൻ വെറും ഒരു DNA ടെസ്റ്റ് മതി എന്ന് ഞാൻ ഡോക്ടർക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ദേവൻ പറഞ്ഞു.
നീ എന്ത് വേണേലും ചെയ്തോ, പക്ഷേ അവനെ നിനക്കൊരിക്കലും കിട്ടില്ല. അതിനുവേണ്ടി ഈ എബി എന്ത് വേണേലും ചെയ്യും. അവൻ ദേവനെ വെല്ലുവിളിച്ചു. കാറെടുത്ത് പോയതും ദേവൻ ദേഷ്യത്തോടെ എബി പോകുന്നതും നോക്കി നിന്നു. എബി തിരികെ വരുന്നതുവരെ മീനു അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞു വന്നതല്ലേ, ഇത് എവിടേക്കാണ് ഈ പോയത്? അവന് കൈയോടെ കൊടുത്തില്ലെങ്കിൽ അവൻ ഇനിയും ഈ വീട്ടിൽ കയറി നിറങ്ങും, എബി പറഞ്ഞു. അയാൾ എന്തു പറഞ്ഞു? നീ അതോർത്ത് ടെൻഷനാവേണ്ട. അവൻ്റെ ഇപ്പോഴത്തെ വൈഫിന് ഇനി ഒരിക്കലും അമ്മയാകാൻ പറ്റില്ല. അതാ ഇപ്പോൾ മോനെ അന്വേഷിച്ചുള്ള ഈ വരവ്. അപ്പോൾ അയാൾ എൻ്റെ മോനെ കൊണ്ട് പോവോ? ഏയ്, അതിനൊന്നും ഞാൻ അനുവദിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ്റെ വാക്കുകളിൽ അവൾ ആശ്വസിച്ചു. എന്നിരുന്നാലും ആരെക്കാളും നന്നായി ദേവനെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവളിലെ ഒരു ചെറിയ ഭയം അലട്ടിയിരുന്നു. അപ്പോൾ മീനു മോനെ ദേവന് തരും എന്നാണോ? അതൊരിക്കലും അവൾ തരില്ല. പക്ഷേ ഒരു അച്ഛൻ എന്ന അവകാശം വെച്ച് ഞാൻ എൻ്റെ മോനെ നേടിയെടുത്തോളാം, ദേവൻ കല്യാണിയോട് പറഞ്ഞു. കോടതി ഒരു സുപ്രഭാതത്തിൽ ദേവന് വിട്ടുതരുമോ ആ കുഞ്ഞിനെ? പഴയതൊക്കെ വീണ്ടും പുറത്തെടുക്കേണ്ടി വരും കോടതിയിൽ. കുഞ്ഞില്ലെന്ന കാരണത്താൽ അവളെ ഉപേക്ഷിച്ചതും അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞു വന്നപ്പോൾ നിങ്ങളത് നിഷേധിച്ചതും എല്ലാം. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം, ദേവൻ പലതും തീരുമാനിച്ചുകൊണ്ട് പറഞ്ഞു. അത് ദേവൻ്റെ കുഞ്ഞു തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? എങ്കിലേ വല്ലതും നടക്കൂ. മീനാക്ഷിയെ ആരെക്കാളും എനിക്കറിയാം. കഴിഞ്ഞ 5 വർഷക്കാലം അവൾ എൻ്റെ കൂടെയാണ് ജീവിച്ചത്. അവൾ വേണ്ടാത്തതൊന്നും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ അവനെ വിട്ടുകിട്ടിയാൽ നമുക്ക് നമ്മുടെ മോനായി അവനെ വളർത്തണം. ദേവൻ്റെ മോനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും, കല്യാണി പറഞ്ഞു. ഇനി ഇപ്പോൾ നിനക്ക് എൻ്റെ മോനെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടാനമ്മ എന്നത് എന്നും രണ്ടാമത് തന്നെയാണ്. അതെന്താ ദേവൻ അങ്ങനെ പറഞ്ഞത്? അവനെ തനിച്ചു നോക്കാനാണോ ഉദ്ദേശം? തൽക്കാലം മറ്റു പല ഉദ്ദേശങ്ങളും എനിക്കുണ്ട്. അതൊന്നും നിന്നോട് പറയാൻ ഇപ്പോൾ എനിക്ക് മനസ്സില്ല, ദേവൻ കല്യാണിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. മോനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ മോനെ തേടി മീനു എൻ്റെ അരികിലേക്ക് വരും. ഒരു പക്ഷേ മോനെ തനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ദേവൻ മോനെ തേടി അവൾക്കരികിലേക്കും ചെല്ലും. എന്തുതന്നെയായാലും ഇനി നിനക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല മീനു, അവനൊരു ചെറു പുഞ്ചിരിയോടെ ആലോചിച്ചു നിന്നു.